ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. എല്ലാ കാലവും BJP-യെ നെഹ്റുവിന്റെ ചിന്തകൾ വേട്ടയാടുന്നുണ്ട്. മരിച്ചു മണ്ണടിഞ്ഞിട്ടും നെഹ്റുവിയൻ ചിന്തകൾ മോദിയുടെയും കൂട്ടാളികളുടെയും ഉറക്കം കളയുന്നുണ്ട്. നെഹ്റു മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ദേശീയ ഗാനമായി സ്വീകരിച്ച വന്ദേ മാതരത്തെ അനാദരിക്കുകയും നിർണായക വരികൾ ഒഴിവാക്കുകയും ചെയ്തെന്നാണ് മോദി ഇപ്പോൾ ആരോപിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് അനിഷ്ടമാണെന്ന് കണ്ട് ജിന്ന എതിർത്തതോടെ നെഹ്റുവും വന്ദേ മാതരത്തെ എതിർക്കുകയായിരുന്നുവെന്നാണ് മോദി കുറ്റപ്പെടുത്തിയത്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നതോടെയാണ് വിമർശനങ്ങൾ കടുത്തത്. കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥയുമായി വന്ദേ മാതരത്തെ ബന്ധിപ്പിച്ചാണ് മോദി ചരിത്രപരമായ വിമർശനം ഉന്നയിക്കുന്നത്. വന്ദേ മാതരം അതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യം അടിയന്തരാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 100-ാം വാർഷികത്തിൽ ഭരണഘടനയുടെ കഴുത്തു ഞെരിക്കപ്പെട്ടു. രാജ്യസ്നേഹത്തിനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്തവരെ ജയിലിലടച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥ. വന്ദേ മാതരത്തിന്റെ മഹത്വം വീണ്ടെടുക്കാൻ 150-ാം വർഷം അവസരമായി കാണണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നെഹ്റുവിനെ വിമർശിച്ച് കത്തിക്കയറിയ മോദി പക്ഷേ വരാനിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞില്ല. സംസാരിക്കാൻ അവസരം കിട്ടിയ പ്രിയങ്ക ഗാന്ധി തന്റെ പൂർവ്വ പിതാമഹന്മാരെ വിമർശിച്ച മോദിയെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലിരുന്ന കാലത്തോളം തന്നെ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി കത്തിക്കയറിയത്. പ്രധാനമന്ത്രിയും BJP-യും നടത്തുന്ന നെഹ്റു വിമർശനങ്ങൾക്കെതിരെയും പ്രിയങ്ക കടന്നാക്രമണം നടത്തി. മോദി 12 വർഷമായി പ്രധാനമന്ത്രിയാണെന്നും നെഹ്റു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഏതാണ്ട് ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു. പിന്നീട് അദ്ദേഹം 17 വർഷം പ്രധാനമന്ത്രിയുമായി. നിങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് കടന്നാക്രമിക്കുന്നു. പക്ഷേ അദ്ദേഹം ISRO സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മംഗൾയാൻ ഉണ്ടാകുമായിരുന്നില്ല. DRDO തുടങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ തേജസ് ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം IIT-കളും IIM-കളും സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ IT രംഗത്തെ കുതിപ്പുണ്ടാവുമായിരുന്നില്ല. നെഹ്റു എയിംസ് തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കുമായിരുന്നുവെന്നും പ്രിയങ്ക മോദിയോട് ചോദിക്കുന്നുണ്ട്. രാജ്യത്തിനായി ജീവിച്ച് രാജ്യത്തെ സേവിച്ച് മരിച്ച വ്യക്തിയാണ് നെഹ്റു എന്നും BJP-ക്കാരെ പ്രിയങ്ക ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് 9 തവണ 32,000 ദിവസത്തിലധികം ഏതാണ്ട് 9 വർഷത്തിനടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം. നെഹ്റുവിനെ അധിക്ഷേപിക്കുന്നവരുടെ ഒരു ലിസ്റ്റുണ്ടാക്കി അക്കാര്യത്തിൽ മോദിക്ക് ഇഷ്ടമുള്ളത്ര സമയം പാർലമെന്റിൽ സംവാദം നടത്താൻ കോൺഗ്രസ് ഒരുക്കമാണെന്നും പ്രിയങ്ക വെല്ലുവിളിച്ചു. അങ്ങനെ നെഹ്റു വിഷയത്തിൽ ഒരു തീർപ്പ് വരുത്തിയിട്ട് തൊഴിലില്ലായ്മയെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും സംസാരിക്കാമെന്നും പ്രിയങ്ക പരിഹസിച്ചിട്ടുണ്ട്. പ്രിയങ്കയുടെ പ്രസംഗത്തെ കരഘോഷങ്ങളോടെയാണ് പ്രതിപക്ഷം വരവേറ്റത്. മോദിക്ക് ഉത്തരമുട്ടുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കണ്ടത്. ഇത് ആദ്യമായി ഒരു വനിതാ നേതാവിന് മുന്നിൽ പാർലമെന്റിൽ BJP MP-മാർ നോക്കി നിൽക്കെ മോദി മുട്ടുകുത്തുന്ന കാഴ്ചയ്ക്കും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. അടുത്ത വർഷം ബംഗാളിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ വന്ദേ മാതരം ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുകയാണെന്നും പ്രിയങ്ക ആരോപിച്ചു. ദേശീയ ഗാനത്തിന്റെ ചരിത്രപരമായ പ്രസക്തിയും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തുവെന്ന കുറ്റപ്പെടുത്തലുകളും പ്രിയങ്ക പൊളിച്ചെടുക്കി. 1937-ലെ കോൺഗ്രസ് സെഷനിൽ വന്ദേ മാതരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഒഴിവാക്കിയത് ഒരു വർഗീയ അജണ്ടയ്ക്ക് വഴങ്ങിയാണ്. വന്ദേ മാതരത്തെ കഷണങ്ങളാക്കിയത് രാജ്യത്തിന്റെ വിഭജനത്തിന്റെ വിത്തുകൾ പാകിയെന്നും ദേശീയഗാനം 150 വർഷം പൂർത്തിയാക്കുന്ന ഈ വേള അതിന്റെ യഥാർത്ഥ പ്രതാപം പുനഃസ്ഥാപിക്കാനുള്ള നല്ല അവസരമാണെന്നുമൊക്കെ മോദി പറയുന്നുണ്ട്. ഈ ആരോപണങ്ങൾ എല്ലാം തന്നെ തന്റെ 35 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ പ്രിയങ്ക പൊളിച്ചടുക്കുന്നുണ്ട്.